കാലത്ത് നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡുകളിൽ ഒഴിവുള്ള ദിവസങ്ങളിലോ ഒക്കെ പുട്ട് പരിപാടിയാണ്. കാരണം അത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. ഇവർക്കാണെങ്കിലും കഴിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ലീവുള്ള ദിവസങ്ങളിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് വേഗം പുട്ടുണ്ടാക്കാം. ഇന്നിപ്പോൾ ഇച്ചിരി ഉണ്ടാക്കുന്നുണ്ടോ, കാരണം എന്താ വെച്ചാൽ ശരത്തേണ്ണ തനുകൂടി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടും. അത് ഈ ടൊമാറ്റോ റൈസ് അങ്ങനെ പലതരം റൈസുകളായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ ബാത്ത് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ശരത്തേട്ട മിക്കപ്പോഴും അതായിരിക്കും കഴിക്കുക, അല്ലെങ്കിൽ പിക്കു, ഏതെങ്കിലും ഒരാൾ അതായിരിക്കും കഴിക്കുന്നത് കേട്ടോ. അത് ഇച്ചിരി അധികം കൊടുക്കട്ടെ ക്വാണ്ടിറ്റി, 2 പേർക്കും 3 പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ അത് കഴിക്കാറില്ല. അപ്പം ഞാൻ ഇച്ചിരി പുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ടോ, കടലയൊക്കെ വേവിച്ച് വെച്ചതാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കടല ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരാൾക്കായിട്ട് കടലക്കറി വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം പുട്ടുണ്ടാക്കി തുടങ്ങാം. അപ്പം ഇത് ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. റാഗിയില്ലേ, റാഗിയുടെ പുട്ടാണ്. റാഗി പുട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ പലതരം പുട്ടിന്റെ പൊടികളൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പൊ അതിലൊന്ന് റാഗി, ഗോതമ്പ്, പിന്നെ സാധാരണ പൊടി നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പൊൻകതിറിന്റെയാണ് മിക്കപ്പോഴും പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കുന്നത്. ബിസ്മി നല്ലതാന്ന് കേട്ടിട്ടുണ്ട്, വാങ്ങിച്ചൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇന്ന് നമുക്ക് ഇച്ചിരി അധികം പണിയുള്ള ദിവസമാണ്. ഇന്ന് വീക്കെൻഡ് ഒക്കെ അല്ലേ. വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും കേട്ടോ. കുറച്ച് നാളായിട്ട് നിർത്തിവെച്ച പരിപാടിയായിരുന്നു. അങ്ങനെ ശരത്തേന് കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പം ഒന്നുമില്ല. അപ്പോൾ കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കും, മനസ്സിലായോ. ഇടയിൽ ഇച്ചിരി കുറച്ച് നാൾ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ലപോലെ മെലിഞ്ഞു. ഇപ്പൊ തടി വെക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നാലും കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആകുമ്പോൾ അവർക്ക് എന്നും ചോറും ഇതൊക്കെ ആകുമ്പോൾ ഒരു മടുപ്പാണ്. ഞാൻ മിക്കപ്പോഴും വെജിറ്റബിൾ റൈസ്, ടൊമാറ്റോ റൈസ് അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ എന്തായാലും ഇച്ചിരി സ്പെഷ്യൽ പിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറയണം. അപ്പം ഞാൻ വലിയ മെനക്കെട്ട പരിപാടിയുള്ള ബിരിയാണി അല്ല, ഇച്ചിരി എളുപ്പമുള്ള ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ആദ്യം പുട്ടിന്റെ പരിപാടി, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അങ്ങനെ പുട്ടുപൊടീനെ നനച്ചെടുത്ത് നമ്മൾ ഇഡ്ഡലി കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കാട്ടത്. ഞാൻ ശരിക്കും ഇനി കാണിച്ചു തരാട്ടെ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത്. അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കാൻ കാണിച്ചു തരാട്ടെ. ഇത് അടിപൊളി ക്രീമി ആയിട്ടുള്ള കോഫിയാണ്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ ഇനി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അത് കാരണം ഞാൻ വല്ലപ്പോഴും മാത്രമേ ശരത്തേണ്ണ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്നത് ഞാൻ പണ്ടെപ്പോഴോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കോഫി പൗഡർ 2 സ്പൂൺ, നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒരു സ്പൂൺ വെച്ച് ഇത് ചില്ലിന്റെ പാത്രത്തിലാക്കി ആക്കുകയാണെങ്കിൽ കണക്കണാന്ന് കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഒരു 2 മിനിറ്റ് സമയം എടുക്കും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ ആ കോഫി കുടിക്കാൻ. കോഫി പൗഡറിന്റെ ടെക്സ്ചർ കണ്ടോ, ഇതുപോലെ ക്രീം ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്രീം കണ്ടോ, ക്രീം പോലെ ആയിട്ടുണ്ട്. ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് നിർത്താട്ടെ. ഇത്രയും കളർ വരണം. എന്നിട്ട് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തേച്ചത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മേലെ ആ ക്രീം വീണ്ടും നമുക്ക് തേച്ച് കൊടുക്കും. ഇത് കറക്റ്റ് ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവേ ഉണ്ടാവുള്ളൂ കേട്ടോ. മേലെ ഒരു തരിക്കോളം കോഫി ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഐസ് ഇട്ടാൽ ഐസ് ഇട്ട് കോഫി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ കൂടുതൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്ത് അത്രയും മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ശരത്തേണ്ണ കൊണ്ടുകൊടുത്ത് നോക്കാം.
സ്പൂൺ വെച്ച് മിക്സ് ചെയ്യേ. മിൽക്ക് ഷേക്ക് ഒന്നല്ല, കോഫിയാ. ആ സ്പൂൺ എടുത്ത് പറഞ്ഞാ അമ്മ മിക്സ് ചെയ്ത സ്പൂൺ ഉണ്ട്, അത് കൊണ്ടുപോകാം. മിക്സ് ചെയ്യട്ടെ. മധുരം ഉണ്ടാവും. എടാ ഇത് ഷെയ്ക്ക് അല്ല പൊന്നു, ഇത് ഷെയ്ക്ക്. നീ വേണേ കുടിച്ചു നോക്കിക്കോ. വാ, ഇത് കോഫിയാ. ആന്ന് നീ കുടിച്ചു നോക്കിക്കോ. സ്ട്രോങ് ആണോ? ഇച്ചിരി സ്ട്രോങ് വേണം. ഇപ്പഴാ തിക്നെസ് വരുന്ന അല്ലേ കോഫിയുടെ? ക്രീമി ആയിട്ടിരിക്കും അല്ലേ? കണ്ട ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒന്നിച്ച് ആവി കയറ്റുക, എന്നിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി കമത്തി കൊടുത്ത്. ഇവർക്കൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ടോ നമ്മൾ ഒന്നിച്ച് വേവിച്ചതാണ് ഒന്നിച്ച് ആവി കയറ്റിയതാണ് എന്നൊക്കെ. 2 പഴം കൂടി വെച്ച് കൊടുത്ത് ഒന്ന് അലങ്കോലപ്പെടുത്തി എടുത്തതാണ്. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി വിഷമിക്കുന്നവർക്ക് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്നിച്ച് ആവി കയറ്റി ഇതുപോലെ രൂപത്തിലാക്കി അങ്ങ് തട്ടിക്കൊടുക്കാം. ബിരിയാണിപ്പണി സ്റ്റാർട്ട് ചെയ്യാണ്. കൈമ റൈസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെജിറ്റബിൾ റൈസ് വെച്ചില്ലേ, അതേ അരിയാണ് കേട്ടോ. ഞാൻ 3 കപ്പാണ് എടുക്കുന്നത്. പിന്നെ ഇതിലിപ്പോ അങ്ങനെ അളവ് കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അരി സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ടെൻഷൻ ഒഴിവാക്കാം. കാരണം അരി കൂടുതൽ വേവോ ഇനി ഇതാവോ എന്നുവെച്ചാൽ വേവ് കൂടി പോവോ ഇങ്ങനെയുള്ള ടെൻഷനൊന്നും ഇങ്ങനെ വെക്കുമ്പോൾ ആവശ്യമില്ല കേട്ടോ. ഒരു 90% ഒക്കെ വേവിച്ചിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ദം ചെയ്ത് എടുത്താൽ മതി. ബാക്കി വേവ് ബിരിയാണിയിലാക്കിയാൽ മതി. ഞാനിത് കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ അരി വെക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഇടണ്ടെന്ന് അറിയോ? സാധാരണ ബിരിയാണി വെക്കുമ്പോഴുള്ള എല്ലാ സാധനങ്ങളും ഇടാം. അതായത് ബേ ലീഫ്, ഒരു വലിയ പീസ് പട്ട, അതുപോലെ ഒരു 3-4 ഗ്രാമ്പൂ, പിന്നെ ഒരു 5-8 ഏലക്കായ. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ. വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് 2 എണ്ണം അങ്ങനെ കീറി എടുത്തിട്ടുള്ളതും. പിന്നെ ഒരു 10 ഇല പുതിനയുടെ കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് തിള വന്നിട്ട് നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡനിലുള്ളതാണ്. നമുക്ക് പോയി പൊട്ടിച്ചുകൊണ്ട് വന്നാലോ. അത് ബിരിയാണി ഇറച്ചി ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലാണ്. വലിയ സ്മെല്ലൊന്നല്ല, ഇതല്ലാണ്ട് വേറൊരു ഇല കിട്ടും. അതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഒരു ഫ്ലേവർ എന്തായാലും വരും കേട്ടോ. നമുക്ക് പൊട്ടിച്ചിട്ട് വരാം. നമുക്കേ മേലെ പോയിട്ട് ഞാൻ പറഞ്ഞ ഇല പൊട്ടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഇവിടെ കണ്ടോ, ഇന്ന് കണ്ടോ വിരിഞ്ഞേക്കുന്ന പൂവ് വേറൊരു കളറ് കണ്ടോ. ഇന്നലെ ഇവിടെ നല്ല ഡാർക്ക് പിങ്ക് ആയിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ലേ. ഇന്ന് നോക്കിയേ ഡബിൾ കളറാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസം ഓരോ തരം വിരിയുന്നത്. രമ്പയിലാണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഇലയുടെ പേര് വരുന്നത്. രമ്പാന്നാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ ഇതിനൊരു ഉപകാരമുള്ളൂ. ദാ ഇവളാണ് രമ്പ കേട്ടോ. ഈ സമ്മറിന് എല്ലാം കേടായി പോയെങ്കിൽ ഇപ്പം ഞാൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ തളിർപ്പൊക്കെ വരാൻ തുടങ്ങി. അടിയുന്നേ ഞാനിപ്പോൾ പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ നല്ല പോലെ വീണ്ടും പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗാർഡൻ. റോസൊക്കെ കണ്ടോ ഇപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പുതിയ മുട്ടുകളും ഇലകളും ഒക്കെ ആയിട്ട് നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെ പോലെ നമ്മൾ സ്നേഹിച്ച, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവരെല്ലാം ഓൾമോസ്റ്റ് ചത്ത പോലെയായിരുന്നു. ഞാൻ ഇപ്പോൾ തിരിച്ചു വന്ന് ഇവരെ വീണ്ടും ജീവിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ. എൻ്റെ മക്കളെ നോക്കുന്ന പോലെ നോക്കാൻ തുടങ്ങിയപ്പോൾ അവരും തിരിച്ച് ആ സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ താനുക്കുട്ടി താഴെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവളുടെ വീടും സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് തരൂ. താനുക്കുട്ടി കളിക്കാണോ? എന്താ കളിക്കുന്നേ? കിച്ചൺ സെറ്റോ? ജോലി ചെയ്യാൻ
വായിലിടരുത് കേട്ടാ. ഇതെന്ത് ചട്ടിയാ? സ്പൂൺസാ? ആ, ബ്രിഞ്ചാൾ. ఐ షాడో ప్యాలెటా? ఓకే. ఇదేంటి? అదు అదు I wanted a shading thing. This one to stove. This one to idli cooking. ఇడ్లీ కుకింగా? ఓకే ఓకే ఓకే, వెరీ నైస్. బాయ్ బాయ്. ഇവരെന്തീ പുറത്തിരുന്ന് കളിക്കുന്നതെന്നറിയോ? എന്നാലും വെള്ളത്തിൽ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് അകത്തൊക്കെ ഒന്നും വരില്ല. പിക്കും അതേ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഇവിടെ ബോറടിച്ച് നിൽപ്പുണ്ട്. അപ്പൊ നമ്മള് ഇതാ രമ്പയില പൊട്ടിച്ചോണ്ട് വന്നിട്ടുണ്ട്. രമ്പയില എന്ന് തന്നെയാണ് ഇതിന്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതാണ് കേട്ടോ, കഴുകിയെടുത്തിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ കണ്ടോ, ഇന്ന് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നിറയെ മുല്ലപ്പൂ. എന്നും ഇതുപോലെ ഒരു കൈ 2 കൈയൊക്കെ മുല്ലപ്പൂ കിട്ടും. ഞാനിത് കൊണ്ടുവന്നിട്ട് ഒന്നല്ലെങ്കിൽ ടേബിളിൽ വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ പൂജാ റൂമിൽ വയ്ക്കും കേട്ടോ. നല്ല മണമാണ്. ഇതിങ്ങനെ സാധാരണ മുല്ലപ്പൂ അല്ല, കട്ടമുല്ല എന്ന് പറയില്ല, ഇങ്ങനെ ഉണ്ടമുല്ല, നിറയെ ഇങ്ങനെ ലെയറായിട്ട് ഇതളുകളുള്ളത് ആ മുല്ലയാണ് കേട്ടോ. നല്ല മണമാണ്. മാല കെട്ടി തലയിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്, സമയമില്ല, അതുകൊണ്ടാണ്. നമുക്ക് അവിടെ പൂജാ റൂമിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പൊ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോ എന്താ ഗുണമെന്ന് അറിയോ? നമ്മുടെ അരി ഇങ്ങനെ കുതിർത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യാ. നെയ്യില്ലാണ്ട് എന്ത് ബിരിയാണി അല്ലേ? അപ്പൊ നമുക്ക് നെയ്യ് ഒരു 2 സ്പൂൺ കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടണം ബിരിയാണിക്ക്. പിന്നെ ഒരുപാട് നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു മിതമായ രീതിയിൽ എന്ത് സാധനം ഉപയോഗിച്ചാലും നമുക്ക് ശരീരത്തിന് കേടുണ്ടാവില്ല. പക്ഷെ അതിന് പകരം ഓവറായിട്ട് എന്ത് സാധനം ഉപയോഗിച്ചാലും നമുക്കത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് വളരെ മിതമായ രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ 2 സ്പൂൺ, 3 കപ്പ് അരിയുണ്ട്, 2 സ്പൂൺ, 90% വെന്താൽ മതി. ഞാൻ അടുത്തേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സവാള ഒരു 5-6 എണ്ണം ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ നല്ല തിന്നായിട്ട് എടുക്കണം. എനിക്കാണെങ്കിൽ സവാള മുറിക്കാൻ തുടങ്ങിയ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാന്ന് കണ്ണീര് വരും. സാധാരണ ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു 5-6 എണ്ണം തലേന്നേ തൊലി പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് കിടന്ന് മോങ്ങേണ്ടി വരാറില്ല. ഇന്ന് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് കാരണം കൊണ്ട് ഇങ്ങനെ കിടന്ന് കരയേണ്ട അവസ്ഥ വരുന്നത് കേട്ടോ. സവാളയ്ക്ക് പോലും പെണ്ണുങ്ങൾ കരയുന്നതാണ് ഇഷ്ടം എന്ന് ചിന്ത ചെയ്യാം അല്ലേ? അപ്പോൾ ഇങ്ങനെ അരിയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന അമ്മായിമ്മ പോരുണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആ പരിപാടി അവസാനിപ്പിച്ചു. കണ്ണുനീര് തൊടിച്ച് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അരിത ഇത്രത്തോളം വെന്താൽ മതി. കൂടുതലായി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചീഞ്ഞ പോലെ ആവട്ടെ നമ്മുടെ ബിരിയാണി. ഞാൻ വേഗം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഥ മാറും. അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലേക്ക്, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2-3 സവാള നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിക്കുമോനാണ് എന്നെ തക്കാളി കട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവന് ബോറടിക്കുമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെ എന്നാൽ ചെയ്തോളാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 തക്കാളി പഴുത്തതും പിന്നെ ഒരു 5-10 പച്ചമുളക്, നമുക്ക് എരിവ് എന്ത് മാത്രം വേണോ അതിനനുസരിച്ച് കേട്ടോ, അത് ആഡ് ചെയ്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗരം മസാല പൗഡർ 2 ടീസ്പൂൺ, പിന്നെ ചിക്കൻ മസാല 1 സ്പൂൺ കേട്ടോ. അത്രയാണ് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂണോളം കട്ടത്തൈര്, ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെയാണ് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ഓരോ കൈപ്പിടി വീതം പുതിനയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഫ്ലേവർ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്താൽ മതി. 1 സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഈസി മെത്തേഡിൽ വെക്കാൻ പറ്റുള്ള ബിരിയാണി. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ഒരു മണ്ണാങ്കട്ടി അറിയില്ലായിരുന്നു. കുറച്ച് കറികൾ മാത്രം, ബിരിയാണി പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അന്ന് കാലത്ത് ഞാൻ മറ്റേ ഷെഫോ അങ്ങനെ എന്തോ ഒരാളില്ലേ, ഒരു ഹിന്ദിയിൽ പറയുന്ന ആള്, അങ്ങേരുടെ
എന്താ പറയുക വീഡിയോസ് കണ്ടിട്ട് അതിൽ കണ്ടുപഠിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അല്ലാണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നല്ല. ഇതിൽ ആ ടൈമിൽ അങ്ങേര് എനിക്ക് തോന്നുന്നു 1 സ്പൂണോ മറ്റോ മുളക് പൊടി ചേർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പക്ഷേ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്തിട്ടേ ഇല്ല, വെറും പച്ചമുളക്. നമ്മുടെ മലബാർ സ്റ്റൈലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ രീതിയിലേക്ക് അങ്ങേര് അതിൽ ബസുമതി റൈസ് അങ്ങാണ്ടാണ് യൂസ് ചെയ്തത്. നമ്മുടെ കേരള റൈസ് ഒന്നും അവർ യൂസ് ചെയ്യില്ല, അവർ ജീര റൈസും യൂസ് ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ ബിരിയാണി അരിയല്ലേ, അപ്പൊ അങ്ങനെ അതില് ബസുമതി റൈസ് ആണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഇത് പറയാം, നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് വരുമ്പോൾ ആ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് കുക്ക് ആവട്ടെ, ഒരു 10-12 മിനിറ്റ് 10-15 മിനിറ്റ് എന്തായാലും ചിക്കൻ കുക്ക് ആവാനായിട്ട് എടുക്കും. ഒരു 90%, 90-95% നിങ്ങൾ കുക്ക് ചെയ്തോ, ബാക്കി ദമ്മിൽ ഇരുന്നത് വെന്തുകൊള്ളു കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണി പരിപാടി കഴിഞ്ഞ് ഇനി ഒരു റൈത്ത ഉണ്ടാക്കണം. ഇവിടെ കുട്ടികൾ ഇരുന്ന് TV കാണാനാണ്, അപ്പൊ അവർ കണ്ടോട്ടെ. നമുക്ക് നമ്മുടെ റൈത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഈ ചിക്കൻ ആകുമ്പോഴേക്ക് നമുക്ക് ഇച്ചിരി ഉള്ളി ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. ശരിക്കും ഇതിനകത്തേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ ഈ ഒരു ബിരിയാണിക്ക് കേട്ടോ. ഞാൻ ഇച്ചിരി ഉള്ളി, ഇതും നിർബന്ധമൊന്നും ഇല്ല, പിന്നെ കാണാനൊരു ഭംഗി, ഒരു ഡെക്കറേഷൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇച്ചിരി മാത്രം, ഒരു റൈസിലേക്ക് അലങ്കോലപ്പണിക്കുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ചേർക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ, ഇച്ചിരി മാത്രം. പിന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു വരണ്ട് വരുന്ന ഒരു പാകമാകുമ്പോ നമുക്ക് നിർത്താം കേട്ടോ. ദാ ചിക്കനൊക്കെ ഇങ്ങനെ വരട്ടിയെടുക്കണം, ഒട്ടും ചാറില്ല വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു റൈസില്ലേ അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗീ 1 സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിയില പുതിനയിലേക്ക് ഇച്ചിരിശ് ആഡ് ചെയ്യാം. അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അത് ആഡ് ചെയ്യാം ഒരു ഇച്ചിരിക്കോളം. പിന്നെ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ റോസ് വാട്ടർ. ഇത് ഫുഡിൽ ചേർക്കുന്ന റോസ് വാട്ടറാണ്, അതൊരു ചെറിയ മുടിയുടെ അളവിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഞാൻ ദാ ഈ ചെയ്യണ പോലെ തന്നെ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരേ ലെയറും കൂടിയും ഇതേ സെയിം മെത്തേഡിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ 2-3 ലെയറൊക്കെ നമ്മുടെ ചോറിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെയിം സാധനങ്ങളാണ്. ആൻഡ് ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ അളവിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസില്ലേ അത് ആഡ് ചെയ്യണം കേട്ടോ. അത് നല്ലൊരു ഫ്ലേവർ തരും ബിരിയാണിക്ക്. ഒരു എന്താ പറയുക, ഒരു പഴയ ടൈപ്പുള്ള ബിരിയാണി ഇല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അലങ്കോല പണികൾ അവസാനിപ്പിക്കാം. പിന്നെ മുന്തിരി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എൻ്റെ അഭിപ്രായം ഇതൊന്നും ചേർക്കേണ്ടതാണ്. എന്നിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്ക് ദം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു 15 മിനിറ്റിന് മേലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. നല്ല സൂപ്പറുമാണ്. ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ ഇതിനെ ഇളക്കി എടുക്കാം. നിങ്ങൾക്ക് അടുത്ത് വന്ന് കാണിക്കാം, അതായിരിക്കും നല്ലത്. കാണാൻ ഭംഗി ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ അടുത്ത് വന്ന് കാണിക്കാം. നമ്മുടെ ആ ചിക്കൻ്റെ മസാലയും റൈസൊക്കെ ഒന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റ് വേവായ കാരണം കൊണ്ട് ചോറ് ഒരിക്കലും കുഴഞ്ഞു പോകുമെന്ന് പേടിക്കേ വേണ്ട കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതും നമ്മുടെ റൈത്തയും അച്ചാറൊക്കെ അലങ്കരിച്ചിട്ട്. വ്ളോഗ് വലുതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.